വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 11-ാം അധ്യായം. തന്റെ മകൻ മരിച്ചു എന്ന് കണ്ടപ്പോൾ അഹസ്യായുടെ അമ്മ അത്താലിയ എഴുന്നേറ്റ് രാജസന്തതികളെയെല്ലാം ഇല്ലാതാക്കി. എന്നാൽ വധിക്കപ്പെട്ടുകൊണ്ടിരുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസ്യായുടെ പുത്രൻ യോവാഷിനെ യോറാം രാജാവിന്റെ പുത്രിയും അഹസ്യായുടെ സഹോദരിയുമായ യഹോഷേബ മോഷ്ടിച്ചെടുത്ത് അവനെ അത്താലിയായുടെ മുൻപിൽ നിന്ന് കിടക്കറയിൽ ധാത്രിയോടൊപ്പം ഒളിപ്പിച്ചു. അങ്ങനെ അവൻ വധിക്കപ്പെട്ടില്ല. അവൻ അവളോടൊപ്പം 6 വർഷം കർത്താവിന്റെ ആലയത്തിൽ ഒളിവിലായിരുന്നു. അത്താലിയ നാട്ടിൽ വാഴുകയായിരുന്നു. 7-ാം വർഷം യഹോയാദ ആളയച്ച് അംഗരക്ഷകരുടെയും സന്ദേശവാഹകരുടെയും ശതാധിപന്മാരെ തിരഞ്ഞെടുത്ത് തന്റെ അടുത്ത് കർത്താവിന്റെ ഭവനത്തിൽ കൊണ്ടുവന്നു. അവിടെ അവൻ അവരെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. അനന്തരം അവൻ രാജകുമാരനെ അവർക്ക് കാണിച്ചു കൊടുത്തു. അവൻ അവരോട് കൽപ്പിച്ചു, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. സാപത്തിൽ വരുന്നവരിൽ നിങ്ങളിൽ നിന്ന് 1/3 പേർ രാജകൊട്ടാരത്തിന്റെ സംരക്ഷണ ചുമതലയുള്ളവരായിരിക്കണം. 1/3 സൂർ കവാടത്തിലും 1/3 അംഗരക്ഷകന്മാരുടെ പുറകിലുള്ള കവാടത്തിലും. അങ്ങനെ നിങ്ങൾ പ്രതിരോധിച്ച് കൊട്ടാര സംരക്ഷണം നിർവഹിക്കണം. നിങ്ങൾ 2 വിഭാഗങ്ങൾ സാപത്തിൽ പുറത്തു പോകുന്നവരെയെല്ലാം രാജപരിസരത്ത് കർത്താവിന്റെ ആലയ സംരക്ഷണം നിർവഹിക്കണം. നിങ്ങൾ ഓരോരുത്തനും കയ്യിൽ തന്റെ ആയുധവുമായി രാജാവിന് ചുറ്റും നിരക്കണം. സൈന്യനിരയെ സമീപിക്കുന്നവൻ കൊല്ലപ്പെടണം. രാജാവ് പുറത്തു പോകുമ്പോഴും അകത്തു വരുമ്പോഴും നിങ്ങൾ അവനോടൊപ്പം ഉണ്ടായിരിക്കണം. പുരോഹിതനായ യഹോയാദ കൽപ്പിച്ചതെല്ലാം അനുസരിച്ച് ശതാധിപന്മാർ പ്രവർത്തിച്ചു. അവർ ഓരോരുത്തരും സാപത്തിൽ വരുന്നവരോടൊപ്പം സാപത്തിൽ പുറത്തു പോകുന്നവരായ തങ്ങളുടെ ആളുകളെയും ഒപ്പം നിർത്തി. അവർ പുരോഹിതനായ യഹോയാദയുടെ അടുത്ത് എത്തി. കർത്താവിന്റെ ആലയത്തിൽ ദാവീദ് രാജാവിൻ്റെതായി ഉണ്ടായിരുന്ന കുന്തവും പരിചകളും പുരോഹിതൻ ശതാധിപന്മാർക്ക് നൽകി. അംഗരക്ഷകന്മാർ ഓരോരുത്തനും തന്റെ ആയുധം കയ്യിലേന്തി ആലയത്തിന്റെ വലത്തേ ഓരം മുതൽ ആലയത്തിന്റെ ഇടത്തേ ഓരം വരെ ബലിപീഠത്തിനും ആലയത്തിനുമായി രാജാവിന് ചുറ്റും നിലകൊണ്ടു. അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് അവന് കിരീടവും അധികാരപത്രവും നൽകി. അവർ അവനെ രാജാവായി അഭിഷേകം ചെയ്തു. അവർ കരഘോഷത്തോടെ ഉദ്ഘോഷിച്ചു, രാജാവ് നീണാൾ വാഴട്ടെ. ജനം ഓടുന്നതിന്റെ ശബ്ദം കേട്ട് അത്താലിയ കർത്തൃഭവനത്തിൽ ജനത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഇതാ, രാജാവ് ആചാരമനുസരിച്ച് തൂണിന്റെ സമീപം നിൽക്കുന്നത് അവൾ കണ്ടു. നേതാക്കന്മാരും കാഹളങ്ങളും രാജാവിന്റെ സമീപം ഉണ്ടായിരുന്നു. ദേശത്തെ ജനമെല്ലാം ആഹ്ലാദപൂർവം കാഹളങ്ങൾ മുഴക്കിയിരുന്നു. അത്താലിയ തന്റെ വസ്ത്രം കീറിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഗൂഢാലോചന, ഗൂഢാലോചന. പുരോഹിതനായ യഹോയാദ സൈന്യത്തിന്റെ ഉത്തരവാദികളായിരുന്ന ശതാധിപന്മാരോട് കൽപ്പിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, സൈന്യവ്യൂഹത്തിലൂടെ അവളെ പുറത്തു കൊണ്ടുവരുവിൻ. അവളുടെ പിന്നാലെ വരുന്നവനെ വാളുകൊണ്ട് വധിക്കണം. അവൾ കർത്താവിന്റെ ആലയത്തിൽ വെച്ച് വധിക്കപ്പെടരുത് എന്നും പുരോഹിതൻ പറഞ്ഞു. അങ്ങനെ അവർ അവളുടെ കരങ്ങൾ ബന്ധിച്ചു. അവൾ രാജകൊട്ടാരത്തിന്റെ അശ്വപ്രവേശന മാർഗത്തിലെത്തി. അവിടെ വെച്ച് അവൾ വധിക്കപ്പെട്ടു. തങ്ങൾ കർത്താവിന് ഒരു ജനമായി തീരാമെന്ന ഉടമ്പടി ജനവും രാജാവും കർത്താവും തമ്മിലും രാജാവും ജനവും തമ്മിലും യഹോയാദ ഉറപ്പിച്ചു. ദേശത്തെ ജനം മുഴുവൻ ബാലിന്റെ ആലയത്തിൽ പ്രവേശിച്ച് അവന്റെ അൾത്താരയും വിഗ്രഹവും തള്ളി താഴെയിടുകയും നിശേഷം തകർക്കുകയും ബാലിന്റെ പുരോഹിതനായ മത്താനെ ബലിപീഠങ്ങളുടെ മുൻപിൽ വെച്ച് കൊല്ലുകയും ചെയ്തു. അനന്തരം കർത്താവിന്റെ ആലയത്തിന് പുരോഹിതൻ കാവൽക്കാരെ ഏർപ്പെടുത്തി. അവൻ ശതാധിപന്മാരെയും അംഗസേവകരെയും സന്ദേശവാഹകരെയും ദേശത്തെ ജനം മുഴുവനെയും കൂട്ടി രാജാവിനെ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു. അവർ അംഗസേവകരുടെ കവാടത്തിന്റെ വഴിയെയാണ് രാജകൊട്ടാരത്തിലേക്ക് വന്നത്.
അവൻ രാജാക്കന്മാരുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. ദേശത്തെ ജനം മുഴുവൻ ആഹ്ലാദഭരിതരായി. നഗരം ശാന്തമായി. രാജകൊട്ടാരത്തിൽ വെച്ച് അത്താലിയയെ അവർ വാളുകൊണ്ട് വധിച്ചിരുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം. തന്റെ ഭരണം ആരംഭിക്കുമ്പോൾ യോവാഷിന് 7 വയസ്സായിരുന്നു. യേഹുവിന്റെ 7-ാം ഭരണവർഷത്തിൽ യോവാഷ് വാഴ്ച തുടങ്ങി. അവൻ ജെറുസലേമിൽ 40 വർഷം ഭരിച്ചു. ബേർഷെബായിൽ നിന്നുള്ള അവന്റെ അമ്മയുടെ പേര് സിബിയ എന്നായിരുന്നു. പുരോഹിതനായ യഹോയാദ അവനെ പഠിപ്പിച്ചിരുന്നതിനാൽ യോവാഷ് തന്റെ ദിനങ്ങൾ മുഴുവനും കർത്താവിന്റെ ദൃഷ്ടികളിൽ ശരിയായത് പ്രവർത്തിച്ചു. എങ്കിലും അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം തുടർന്നും പൂജാഗിരികളിൽ ബലിയർപ്പകരും ധൂപാർപ്പകരും ആയിരുന്നു. യോവാഷ് പുരോഹിതന്മാരോട് പറഞ്ഞു, കർത്താവിന്റെ ആലയത്തിൽ സമർപ്പിക്കപ്പെടുന്ന വിശുദ്ധ വസ്തുക്കളുടെ മുഴുവൻ പണവും ഓരോ ആളിന്റെയും മതിപ്പ് വിലയായി കടന്നുവരുന്ന പ്രാണപ്പണവും കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവരാൻ ഓരോരുത്തന്റെയും മനസ്സിലുദിക്കുന്ന പണവും പുരോഹിതന്മാർ ഓരോരുത്തനും തന്റെ സുഹൃത്തിൽ നിന്ന് തങ്ങൾക്കായി വാങ്ങട്ടെ. ആലയത്തിൽ കേടുപാടുള്ളതായി കണ്ടെത്തുന്നിടങ്ങളിലെല്ലാം അവർ കേടുപോക്കണം. യോവാഷ് രാജാവിന്റെ 23-ാം വർഷത്തിലും പുരോഹിതന്മാർ ആലയത്തിന്റെ കേടുപാട് തീർത്തില്ല. അതിനാൽ യോവാഷ് രാജാവ് പുരോഹിതൻ യഹോയാദയെയും മറ്റു പുരോഹിതന്മാരെയും വിളിച്ചു വരുത്തി അവരോട് ചോദിച്ചു, നിങ്ങൾ ആലയത്തിന്റെ കേടുപാട് പോക്കാത്തതെന്ത്? നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഇനി നിങ്ങൾ പണം വാങ്ങരുത്. മറിച്ച് ആലയത്തിന്റെ കേടുപാടിനായി അത് വിട്ടുകൊടുക്കുവിൻ. അതിനാൽ ജനത്തിൽ നിന്ന് പണം സ്വീകരിക്കേണ്ടതില്ലെന്ന് മാത്രമല്ല, ദേവാലയത്തിന്റെ കേട് പോക്കേണ്ടതില്ലെന്നും പുരോഹിതന്മാർ ധാരണയിലെത്തി. അപ്പോൾ പുരോഹിതനായ യഹോയാദ ഒരു പെട്ടിയെടുത്ത് അതിന്റെ അടപ്പിൽ ഒരു ദ്വാരമിട്ട് അത് ബലിപീഠത്തിന് സമീപം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിക്കുന്നവന്റെ വലത്തുവശത്തായി സ്ഥാപിച്ചു. കർത്താവിന്റെ ആലയത്തിൽ ലഭിച്ച പണം മുഴുവൻ വാതിൽ കാക്കുന്ന പുരോഹിതന്മാർ അവിടെ നിക്ഷേപിക്കുമായിരുന്നു. പെട്ടിയിൽ പണം ഏറുന്നത് അവർ കാണുമ്പോൾ രാജാവിന്റെ കാര്യവിചാരകൻ പ്രധാന പുരോഹിതനോടൊപ്പം കയറി വന്ന് കർത്താവിന്റെ ഭവനത്തിൽ കണ്ട പണം കെട്ടിവെച്ച് തിട്ടപ്പെടുത്തുമായിരുന്നു. പിന്നീട് എണ്ണി തിട്ടപ്പെടുത്തിയ ആ പണം അവർ കർത്താവിന്റെ ആലയത്തിലെ ജോലിക്കായി നിയുക്തരായ നടത്തിപ്പുകാരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുമായിരുന്നു. അവർ അത് മരപ്പണിക്കാർക്കും കർത്താവിന്റെ ആലയ ജോലികൾ ചെയ്തിരുന്ന പണിക്കാർക്കുമായി ചെലവഴിക്കുമായിരുന്നു. അതുപോലെ മേസ്തിരിമാർ, കൽപ്പണിക്കാർ എന്നിവർക്കായും കർത്താവിന്റെ ആലയത്തിന്റെ കേടുപാടുകൾ തീർക്കുന്നതിനുള്ള തടിയും ചെത്തിയ കല്ലും വാങ്ങിക്കുന്നതിനായും ഉപയോഗിക്കുമായിരുന്നു. കൂടാതെ ആലയം ശക്തിപ്പെടുത്തുന്നതിലേക്കുള്ള എല്ലാ ചെലവുകൾക്കും. എന്നാൽ കർത്താവിന്റെ ആലയത്തിൽ വന്നിരുന്ന പണത്തിൽ നിന്ന് വെള്ളിപ്പാത്രങ്ങളോ കത്രികകളോ കോപ്പകളോ കാഹളങ്ങളോ സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള ഏതെങ്കിലും മറ്റു പാത്രങ്ങളോ നിർമ്മിക്കപ്പെടുമായിരുന്നില്ല. കാരണം അത് ജോലി ചെയ്യുന്നവർക്ക് നൽകുകയും അവർ അതുകൊണ്ട് കർത്താവിന്റെ ആലയം ബലപ്പെടുത്തുകയും ചെയ്യാനുള്ളതായിരുന്നു. ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുവാനായി ആരുടെ കയ്യിൽ അവർ പണം ഏൽപ്പിച്ചിരുന്നുവോ അക്കൂട്ടരോട് അവർ കണക്ക് ചോദിക്കേണ്ടതില്ലായിരുന്നു. കാരണം വിശ്വസ്തയോടെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. പ്രായശ്ചിത്തയാഗത്തിന്റെ പണവും പാപമുക്തിയാഗത്തിന്റെ പണവും കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവരേണ്ടതില്ല. അത് പുരോഹിതന്മാർക്കുള്ളതായിരിക്കും. അക്കാലത്ത് ആരാമിലെ രാജാവായ ഹസായേൽ കയറി വന്ന് ഗത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി. പിന്നീട് ജെറുസലേമിനെതിരെ കയറി വരാൻ ഹസായേൽ ലക്ഷ്യമിട്ടു. അപ്പോൾ യൂദാ രാജാവായ യോവാഷ് യൂദാ രാജാക്കന്മാരും തന്റെ പിതാക്കന്മാരുമായ യഹോഷാഫാത്ത്, യഹോറാം, അഹസിയ എന്നിവർ സമർപ്പിച്ചിരുന്ന എല്ലാ കാഴ്ചദ്രവ്യങ്ങളും സ്വന്തം കാഴ്ചദ്രവ്യങ്ങളും കർത്താവിന്റെ ആലയത്തിലെയും രാജകൊട്ടാരത്തിലെയും ഖജനാവുകളിൽ കാണപ്പെട്ട എല്ലാ സ്വർണവും എടുത്ത് ആരാമിലെ രാജാവായ ഹസായേലിന് അയച്ചു കൊടുത്തു. അങ്ങനെ ഹസായേൽ ജെറുസലേമിൽ നിന്ന് പിന്മാറി. യോവാഷിന്റെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തവ മുഴുവനും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? പിന്നീട് അവന്റെ ഭൃത്യന്മാർ അവനെതിരെ എഴുന്നേറ്റ് ഗൂഢാലോചന നടത്തി. സില്ലായിലേക്കുള്ള ഇറക്കത്തിൽ മില്ലോ ഭവനത്തിൽ വെച്ച് അവർ യോവാഷിനെ പ്രഹരിച്ചു. അവന്റെ ദാസന്മാരായ ഷിമെയാത്തിന്റെ പുത്രൻ യൊസാബാദും ഷോമറിന്റെ പുത്രൻ യഹോസബാദുമാണ് അവനെ പ്രഹരിച്ചത്. അവൻ മരിച്ചു.
അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടൊപ്പം സംസ്കരിച്ചു. അവന്റെ പുത്രൻ അമാസിയ അവന്റെ സ്ഥാനത്ത് രാജാവായി. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 13-ാം അധ്യായം. യൂദാ രാജാവായ അഹസിയായുടെ പുത്രൻ യോവാഷിന്റെ 23-ാം വർഷത്തിൽ യേഹൂവിന്റെ മകൻ യഹോവാഹാസ് സമരിയായിൽ ഇസ്രായേലിന്റെ രാജാവായി. 17 വർഷം അവൻ ഭരിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിന്റെ പുത്രൻ ജെറോബോവാമിന്റെ പാപം പിന്തുടർന്ന് അവൻ കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. അവൻ അതിൽ നിന്ന് പിന്മാറിയില്ല. അപ്പോൾ കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ ആരാം രാജാവായ ഹസായേലിന്റെ കരത്തിലും ഹസായേലിന്റെ പുത്രൻ ബൻഹദാദിന്റെ കരത്തിലും അക്കാലം അത്രയും ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ യഹോവാഹാസ് കർത്താവിന്റെ മുൻപിൽ യാചിച്ചു. കർത്താവ് അവനെ ശ്രവിച്ചു. ഇസ്രായേലിന്റെ കഷ്ടപ്പാടുകൾ അവിടുന്ന് കണ്ടിരുന്നു. എന്തെന്നാൽ ആരാം രാജാവ് അവരെ കഷ്ടപ്പെടുത്തിയിരുന്നു. കർത്താവ് ഇസ്രായേലിന് ഒരു രക്ഷകനെ നൽകി. അങ്ങനെ അവർ ആരാമിന്റെ അധീനതയിൽ നിന്ന് പുറത്തു വന്നു. ഇസ്രായേലിയർ മുൻപത്തെ പോലെ തങ്ങളുടെ കൂടാരങ്ങളിൽ വസിച്ചു പോന്നു. എങ്കിലും ജെറോബോവാമിന്റെ ഭവനത്തിന്റെ പാപങ്ങളിൽ നിന്ന് അവർ പിന്മാറിയില്ല. അവർ ഇസ്രായേലിനെ വഴിതെറ്റിച്ചിരുന്നുവല്ലോ. അവർ അതിൽ ചരിച്ചു. സമരിയായിൽ അഷേരാ വിഗ്രഹവും സ്ഥിതി ചെയ്തിരുന്നു. 50 അശ്വഭടന്മാരും 10 രഥങ്ങളും 10,000 കാലാൾപ്പടയും ഒഴികെ യഹോവാഹാസിന് സൈന്യം അവശേഷിച്ചിരുന്നില്ല. കാരണം ആരാം രാജാവ് മെതികളത്തിലെ ധൂളി പോലെ അവയെ മെതിച്ച് നശിപ്പിച്ചിരുന്നു. യഹോവാഹാസിന്റെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും അവന്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? യഹോവാഹാസ് തന്റെ പിതാക്കന്മാരോട് കൂടെ ശയിച്ചു. അവർ അവനെ സമരിയായിൽ സംസ്കരിച്ചു. അവന്റെ പുത്രൻ യോവാഷ് അവന്റെ സ്ഥാനത്ത് രാജാവായി. യൂദാ രാജാവായ യോവാഷിന്റെ 37-ാം വർഷം യഹോവാഹാസിന്റെ മകൻ യഹോവാഷ് സമരിയായിൽ ഇസ്രായേലിന് മേൽ രാജാവായി. 16 വർഷം അവൻ ഭരിച്ചു. അവനും കർത്താവിന്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിന്റെ പുത്രൻ ജെറോബോവാമിന്റെ പാപങ്ങളിലെല്ലാം നിന്ന് അവൻ പിന്മാറിയില്ല. അവൻ അവയിൽ ചരിച്ചു. യോവാഷിന്റെ പ്രവർത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും യൂദാ രാജാവായ അമസിയായോട് യുദ്ധം ചെയ്ത് പ്രകടിപ്പിച്ച അവന്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? യോവാഷ് തന്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. തുടർന്ന് അവന്റെ സിംഹാസനത്തിൽ ജെറോബോവാം ഉപവിഷ്ടനായി. ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം യോവാഷ് സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. എലീഷ രോഗിയായി. അവന്റെ രോഗം അവന് മരണകാരണമായി. ഇസ്രായേൽ രാജാവായ യോവാഷ് അവന്റെ അടുത്ത് ഇറങ്ങി വന്ന് അവന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ രഥവും അതിന്റെ തേരാളികളും. എലീഷ അയാളോട് പറഞ്ഞു, അമ്പുകളും വില്ലും എടുക്കുക. അയാൾ അവന് വേണ്ടി അമ്പുകളും വില്ലും എടുത്തു. എലീഷ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, വില്ല് കുലയ്ക്കുക. അയാൾ വില്ല് കുലച്ചു. എലീഷ തന്റെ കരങ്ങൾ രാജാവിന്റെ കരങ്ങളിന്മേൽ വച്ചു. അവൻ പറഞ്ഞു, കിഴക്കോട്ടുള്ള ജനൽ തുറക്കുക. അയാൾ തുറന്നു. എലീഷ പറഞ്ഞു, എയ്യുക. അയാൾ എയ്തു. അപ്പോൾ അവൻ തുടർന്നു, കർത്താവിന്റെ മോചനാസ്ത്രം, ആരാമിന് മേൽ ഒരു മോചനാസ്ത്രം. ആരാം ഇല്ലാതാകുന്നതുവരെ അഫേക്കിൽ വെച്ച് നീ അതിനെ പ്രഹരിക്കണം. അവൻ പറഞ്ഞു, അമ്പുകൾ എടുക്കുക. അയാൾ എടുത്തു. അവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, നിലത്തടിക്കുക. അയാൾ 3 പ്രാവശ്യം അടിച്ചു. എന്നിട്ട് നിർത്തി. ദൈവപുരുഷൻ അയാളോട് കോപിച്ചു. അവൻ പറഞ്ഞു, നീ 5ഓ 6ഓ പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ നീ ആരാമിനെ അത് ഇല്ലാതാകുന്നതുവരെ പ്രഹരിക്കുമായിരുന്നു. ഇനി 3 പ്രാവശ്യമേ നീ ആരാമിനെ പ്രഹരിക്കുകയുള്ളൂ. എലീഷ മരിച്ചു. അവർ അവനെ സംസ്കരിച്ചു. വർഷാരംഭത്തിൽ മോവാബിന്റെ സംഘങ്ങൾ ദേശത്തിനെതിരെ വരുമായിരുന്നു. ഒരിക്കൽ അവർ ഒരാളെ സംസ്കരിക്കുമ്പോൾ ഇതാ, അവർ ഒരു സംഘത്തെ കണ്ട് ആ ആളെ എലീഷായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. അയാൾ ചെന്ന് എലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചു. അപ്പോൾ അയാൾ സ്വന്തം കാലുകളിൽ എഴുന്നേറ്റ് നിന്നു.
യഹോവാഹാസിന്റെ കാലം മുഴുവൻ ആരാമിലെ രാജാവായ ഹസായേൽ ഇസ്രായേലിനെ ഞെരുക്കിയിരുന്നു. എന്നാൽ കർത്താവ് അവരോട് ദയാലുവായി, അവരിൽ ആർദ്രതയുള്ളവനായി. അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടിയെ പ്രതി അവിടുന്ന് അവരുടെ നേർക്ക് തിരിഞ്ഞു. അവരെ നശിപ്പിക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചില്ല. തന്റെ മുൻപിൽ നിന്ന് അവരെ അവിടുന്ന് ഇനിയും പുറന്തള്ളിയിട്ടില്ലായിരുന്നു. ആരാം രാജാവായ ഹസായേൽ മരിച്ചു. അവന്റെ പുത്രൻ ബെൻഹദാദ് അവന്റെ സ്ഥാനത്ത് രാജാവായി. യഹോവാഹാസിന്റെ മകൻ യഹോവാഷ് തിരിച്ചുവന്ന് തന്റെ പിതാവ് യഹോവാഹാസിന്റെ കരത്തിൽ നിന്ന് യുദ്ധത്തിൽ ഹസായേൽ പിടിച്ചെടുത്തിരുന്ന നഗരങ്ങൾ ഹസായേലിന്റെ പുത്രനായ ബെൻഹദാദിന്റെ കരത്തിൽ നിന്ന് പിടിച്ചെടുത്തു. യഹോവാഷ് 3 പ്രാവശ്യം അവനെ പ്രഹരിച്ച് ഇസ്രായേൽ നഗരങ്ങൾ തിരിച്ചു പിടിച്ചു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 24-ാം അധ്യായം. ഇതാ, കർത്താവ് ഭൂമിയെ ശൂന്യമാക്കുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിന്റെ ഉപരിതലത്തെ ഞെരിച്ച് അതിലെ നിവാസികളെ ചിതറിക്കും. ജനത്തിനും പുരോഹിതനും അടിമയ്ക്കും യജമാനനും ദാസിക്കും സ്വാമിനിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവനും വായ്പ കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഉത്തമർണനും അധമർണനും ഒന്നുപോലെ സംഭവിക്കും. ദേശം തീർത്തും ശൂന്യമാകും, പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും. എന്തെന്നാൽ കർത്താവാണ് ഈ വചനം അരുൾ ചെയ്തിരിക്കുന്നത്. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകം ബലഹീനമായി വാടിക്കൊഴിയുന്നു. ഭൂമിയിലെ വലിയ ജനം തളരുന്നു. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. കാരണം അവർ നിയമം ലംഘിക്കുകയും കൽപ്പനയിൽ നിന്ന് വ്യതിചലിക്കുകയും ശാശ്വതമായ ഉടമ്പടി ലംഘിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും അതിലെ നിവാസികൾ കുറ്റക്കാരായി തീരുകയും ചെയ്തു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം മനുഷ്യർ മാത്രം അവശേഷിക്കുന്നു. പുതുവീഞ്ഞ് വിലപിച്ചു, മുന്തിരി വാടി, സന്തുഷ്ടചിത്തരെല്ലാം നെടുവീർപ്പിട്ടു. തപ്പുകളുടെ ആഹ്ലാദം നിലച്ചു, ആനന്ദിക്കുന്നവരുടെ സ്വരം അവസാനിച്ചു. കിന്നരത്തിന്റെ ആനന്ദം ഇല്ലാതായി. ഗാനാലാപത്തോടെ ഇനി അവർ വീഞ്ഞു കുടിക്കുകയില്ല. മദ്യം അത് കുടിക്കുന്നവർക്ക് അരോചകമായി തീരും. സംഭ്രാന്തമായ നഗരം തകർക്കപ്പെട്ടിരിക്കുന്നു. ആർക്കും കടക്കാനാവാത്ത വിധം എല്ലാ ഭവനങ്ങളും അടയ്ക്കപ്പെട്ടിരിക്കുന്നു. വീഞ്ഞിനു വേണ്ടി തെരുവുകളിൽ മുറവിളി. സന്തോഷമെല്ലാം അസ്തമിച്ചു. ഭൂമിയുടെ ആഹ്ലാദം അപ്രത്യക്ഷമായി. നഗരത്തിൽ നാശം മാത്രം ശേഷിച്ചു. കവാടം നശിച്ചിരിക്കുന്നു. എന്തെന്നാൽ ഒലിവ് തല്ലുന്നത് പോലെയും മുന്തിരി വിളവെടുപ്പിന് ശേഷം കാലാ പെറുക്കുന്നത് പോലെയുമായിരിക്കും ഭൂമിയിൽ ജനതകളുടെ ഇടയിൽ സംഭവിക്കുക. തങ്ങളുടെ സ്വരമുയർത്തി അവർ സന്തോഷിക്കും. അവർ പടിഞ്ഞാറ് നിന്ന് കർത്താവിന്റെ മഹിമയെ പ്രകീർത്തിക്കുന്നു. അതിനാൽ നിങ്ങൾ കിഴക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. തീരപ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തെയും. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞങ്ങൾ കീർത്തനങ്ങൾ കേട്ടു, നീതിമാന മഹത്വം. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ തളരുന്നു, ഞാൻ ക്ഷയിച്ചു പോകുന്നു, എനിക്ക് ദുരിതം. വഞ്ചകർ വഞ്ചിച്ചു, വഞ്ചകർ വഞ്ചനയോടെ പെരുമാറി. ഭൂമിയിലെ നിവാസികളെ, ഭീതിയും കുഴിയും കെണിയുമാണ് നിങ്ങളുടെ മേൽ. ഭീകര ശബ്ദത്തിൽ നിന്ന് ഓടിപ്പോകുന്നവൻ ആ കുഴിയിൽ വീഴും. കുഴിയുടെ മധ്യേ നിന്ന് കയറുന്നവൻ കെണിയിൽ പെടും. എന്തെന്നാൽ ഉന്നതത്തിലെ ജാലകങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊണ്ടു. നാട് നിശേഷം തകർക്കപ്പെട്ടു. ദേശം ഛിന്ന ഭിന്നമായി. ഭൂമി അതിനായി പ്രകമ്പനം കൊണ്ടു. ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു, കുടിൽ പോലെ ഇളകിയാടുന്നു. അതിന്റെ അകൃത്യം അതിന് മേൽ ഭാരമായിരിക്കും. അത് വീഴും, ഇനി എഴുന്നേൽക്കുകയില്ല. അന്ന് കർത്താവ് ആകാശ സൈന്യത്തെ ആകാശത്തിലും ഭൂമിയിലെ രാജാക്കന്മാരെ ഭൂമിയിലും ശിക്ഷിക്കും. അവർ തടവുകാരെ പോലെ കുഴിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അവർ തടവറയിൽ അടയ്ക്കപ്പെടും. അനേകം ദിവസങ്ങൾക്ക് ശേഷം അവർ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ചന്ദ്രൻ ലജ്ജിക്കുകയും സൂര്യൻ നാണിക്കുകയും ചെയ്യും. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും ഭരണം നടത്തും. അവന്റെ ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ അവന്റെ മഹത്വം ഉണ്ടായിരിക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ.
ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി. അവൻ വ്യക്തമായി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നു എന്നറിയാതെ ശിഷ്യന്മാർ അസ്വസ്ഥചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവന്റെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്നിരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ചു, അവൻ ആരെപ്പറ്റി പറയുന്നു എന്ന് ചോദിക്കുക. യേശുവിന്റെ വക്ഷസ്സിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവേ, ആരാണത്? അവൻ പ്രതിവചിച്ചു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷ്ണം മുക്കി ശിമയോൻ സ്കറിയോത്തായുടെ മകൻ യൂദാസിനു കൊടുത്തു. അപ്പക്കഷ്ണം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിലിരുന്നവരിൽ ആരും അവൻ ഇത് എന്തിനു പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല. പണസഞ്ചി യൂദാസിന്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടതെന്ന് ചിലർ വിചാരിച്ചു. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച അവൻ ഉടനെ പുറത്തുപോയി. അപ്പോൾ രാത്രിയായിരുന്നു. അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എന്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. ശിമയോൻ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? യേശു പ്രതിവചിച്ചു, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കാൻ നിനക്ക് കഴിയുകയില്ല, എന്നാൽ പിന്നീട് നീ അനുഗമിക്കും. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? നിനക്ക് വേണ്ടി എന്റെ ജീവൻ ഞാൻ ത്യജിക്കും. യേശു പ്രതിവചിച്ചു, നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറയുന്നത് വരെ കോഴി കൂകുകയില്ല. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ